അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ അവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നാം വായിച്ചത് വളരെ പരിചയമുള്ള സുവിശേഷ ഭാഗമാണ്. യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാണുന്നു. പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ, ഇതുവരെയും കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ വഴിയരികിയിരിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ യേശുവിനോടൊരു അഭിപ്രായം ചോദിക്കുന്നു. ഗുരു, ഇവൻ അന്ധനാകുവാൻ കാരണമെന്ത്? നമ്മുടെ മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് ഒരു മനുഷ്യന്റെ കഷ്ടത കാണുമ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കും. പെട്ടെന്നൊരു മരണമുണ്ടായാൽ ആ മരണ വീട്ടിൽ മുറ്റത്ത് നിൽക്കുന്ന ആളുകൾ കൂടുതൽ സമയവും തമ്മിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇയാൾ പെട്ടെന്ന് മരിച്ചുപോയത്? അതാണ് നമ്മുടെ സംസാര വിഷയം. അങ്ങനെ അപകട സ്ഥലങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ഇന്നും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? യേശു കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നീ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു അനർത്ഥമെങ്കിൽ, ഒരു ദുഃഖമെങ്കിൽ, ഒരു വ്യസനമെങ്കിൽ, ഒരു രോഗമെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ ആഗ്രഹിക്കണം. ഇന്ന് രാത്രി കാരണങ്ങളെ അന്വേഷിക്കുവാനല്ല, സകലത്തിന്റെയും ഉടയവനായ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സകലത്തെയും പരിഹരിക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും എല്ലാ രോഗങ്ങൾക്കും സൗഖ്യവും ആയിരിക്കുള്ള യേശു കർത്താവ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാലും ഔഷധമില്ലാത്ത രോഗങ്ങളാലും വലയുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് യേശു കർത്താവ് സകല രോഗങ്ങൾക്കും ഔഷധമായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായും ഇറങ്ങി വന്നെങ്കിൽ ആ യേശു ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് 1000 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായാണ് യേശു ഇറങ്ങി വന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, അന്നാളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ചോദിക്കാൻ പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ വാസ്തവമായ ദൈവത്തിന്റെ പുത്രൻ നിനക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ സകല ചോദ്യങ്ങളും മാറിപ്പോവുകയാണ്. വെയിലത്ത് മഞ്ഞുരുകി പോകുന്നത് പോലെ എല്ലാ ചോദ്യങ്ങളെയും മാറ്റിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് സകല രോഗങ്ങൾക്ക് സൗഖ്യത്തിന് കാരണമായി യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. യേശു വെളിപ്പെടാൻ പോകുന്നതിനായി കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിത്യമായി യേശു വെളിപ്പെടും. ദൈവത്തിന്റെ വചനത്തിലെ ഓരോ തിരുവെഴുത്തിനും പല നിവൃത്തികളുണ്ട്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലെ ഓരോ വചനത്തിനും ഒരർത്ഥമല്ല ഉള്ളത്, ഒരു നിവൃത്തിയല്ല ഉള്ളത്. ദൈവവചനം പല മണ്ഡലങ്ങളിൽ നിവൃത്തിയാകും. അത് ചരിത്രപരമായി നിവൃത്തിയാകും, അത് പ്രവചനികമായി നിവൃത്തിയാകും, അത് സഭയോടുള്ള ബന്ധത്തിൽ നിവൃത്തിയാകും. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ വചനത്തിനും പല മണ്ഡലങ്ങളിൽ നിവൃത്തിയുണ്ട്. അല്ലെങ്കിൽ തിരുവെഴുത്തിലെ ബഹുഭൂരിപക്ഷം ഭാഗവും ഒരിക്കലായി നിവർത്തിച്ചു, ചരിത്രപരമായി നിറവേറി. ഇന്ന് നാം അത് എടുക്കുകയോ വായിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമായതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിലെ ഓരോ വചനങ്ങളിലും ദൈവത്തിന്റെ ശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവരെ രാമൻ പറഞ്ഞാട്ടെ. ഒരു മണ്ണുകൊണ്ടൊരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി, ആ മനുഷ്യന്റെ രൂപം ആ മണ്ണിൽ കിടക്കുമ്പോൾ ആ മണ്ണുകൊണ്ട് മെനയപ്പെട്ട മനുഷ്യ രൂപത്തിലേക്ക് ദൈവത്തിന്റെ ശ്വാസം കടന്നു വരുമ്പോൾ അവൻ ജീവനുള്ള ഒരു ദേഹിയായി എഴുന്നേറ്റ് നിൽക്കുകയാണ്.
ആദമിന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ശ്വാസം എങ്ങനെ പ്രവഹിച്ചുവോ അതുപോലെ ദൈവവചനത്തിൽ ദൈവത്തിന്റെ ശ്വാസം പ്രവഹിച്ചു എന്ന് ദൈവവചനം പറയുന്നു. ആദം എങ്ങനെ ദൈവനിശ്വസിതനായി ജീവനുള്ളവനായി എഴുന്നേറ്റോ അതുപോലെ ദൈവത്തിന്റെ വചന ദൈവനിശ്വാസീയമാണ്. ദൈവത്തിന്റെ ശ്വാസം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലെ ഓരോ വള്ളിയിലും ഓരോ പുള്ളിയിലും ഓരോ കുത്തിലും ഓരോ കോമയിലും അടക്കം സകല അക്ഷരങ്ങളിലും ദൈവത്തിന്റെ ശ്വാസമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചന ജീവനുള്ള വചനമാണ്. സാധാരണ പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്ന്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, പൗരാണിക ക്ലാസിക്കുകളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന് ബൈബിളിനെ മാറ്റി നിർത്തുന്നതിന്റെ കാരണം ഈ പുസ്തകത്തിന് മാത്രമേ ജീവനുള്ളൂ. ലോകത്ത് പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് കണക്കില്ല. എന്നാൽ ജീവനുള്ള പുസ്തകം, ജീവിപ്പിക്കുന്ന പുസ്തകം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകമാണ്. ഈ പുസ്തകം ജീവന്റെ ആധാരമാണ്. ഈ പുസ്തകം ജീവന്റെ വചനമാണ്. ഇതിലെ ഓരോ അക്ഷരങ്ങളും ദൈവനിശ്വാസ്യമാണ്. ദൈവത്തിന്റെ ശ്വാസം ഇതിന്റെ അകത്തടക്കം ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയോടെ ഇതിനെ സമീപിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ ചുടു നിശ്വാസം അനുഭവിക്കാൻ കഴിയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശ്വാസം, ആ ശ്വാസത്തിന്റെ ഊഷ്മളത അനുഭവിക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമാണ് നാം കേൾക്കുന്നത്. ഇവിടെ നോക്കുക, ഈ മനുഷ്യൻ എന്തുകൊണ്ട് അന്ധനായി തീർന്നു? അവർ ചോദിക്കുകയാണ്. യേശു പറഞ്ഞൊരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്ന്. ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നിനക്ക് ചില ചോദ്യങ്ങളുണ്ട്, ചില നിരാശകളുണ്ട്, ചില സങ്കടങ്ങളുണ്ട്, ചില കഷ്ടങ്ങളുടെ അനുഭവങ്ങളുണ്ട്, നിനക്ക് അനവധിയായിരിക്കുന്ന ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടെന്ന് ഒരു ചോദ്യം നിന്റെ ഹൃദയത്തിന്റെ ഒരു മൂലയിൽ നീ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ചോദ്യത്തിന് ഇന്ന് രാത്രി യേശുവിന്റെ മറുപടിക്ക് മാറ്റമില്ല. യേശു പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാനിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. നിന്റെ ആഗ്രഹങ്ങൾ സഫലമായില്ല. നിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. നിന്റെ മോഹങ്ങൾ കരിഞ്ഞുപോയി. മോഹഭംഗങ്ങളുടെ ശവക്കല്ലറയായി നിന്റെ ഹൃദയം മാറിയിരിക്കുന്നു. ഒരു സെമിത്തേരി എന്ന പോലെ അനവധി ദുഃഖങ്ങൾ അടക്കി വെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ മൂലയിൽ എല്ലാ ദുഃഖങ്ങളെയും ഡംപ് ചെയ്തുകൊണ്ട് നിരാശപ്പെട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു എന്ന ചോദ്യത്തോടെ ഇരിക്കുന്ന പ്രിയ സഹോദര, ഇന്ന് രാത്രി യേശു നിന്നോട് സംസാരിക്കുന്നു. യേശു പറയുന്നു, ഒരു ദൈവ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാനുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇന്ന് രാത്രി നീ എവിടെ ആയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. യേശു നിലത്ത് തുപ്പലും മണ്ണും കുഴച്ചൊരു ചേറുണ്ടാക്കി ആ ചേറുകൊണ്ട് ആ അന്ധനായ മനുഷ്യന്റെ കണ്ണിൽ പൂശി. ആദമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞവൻ ഞാൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുവാൻ യേശു അത് ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ ഇതര സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിന്റെ അത്ഭുതങ്ങളിൽ നിന്ന് അടയാളങ്ങൾ എന്ന പേരിൽ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. പറഞ്ഞിട്ട് യോഹന്നാൻ പറയുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളുമായി വ്യത്യാസമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി വ്യത്യാസമുണ്ട്. അടയാളം എന്താണ്? അടയാളങ്ങളെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. അടയാളം എന്ന് പറഞ്ഞാൽ യേശു വായ കൊണ്ട് പഠിപ്പിച്ച ഒരു പഠിപ്പിക്കലിനെ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ച അത്ഭുതമാണ് അടയാളം. യേശു പഠിപ്പിച്ച ഒരു ഉപദേശത്തെ തെളിയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച അത്ഭുതമാണ് അടയാളം. മനസ്സലിവ് കൊണ്ട് യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ആവശ്യകത നിമിത്തം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ പഠിപ്പിച്ച ഒരു ഉപദേശത്തെ തെളിയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങളെയാണ് അടയാളങ്ങൾ എന്ന് വിളിക്കുന്നത്. യേശുവിടെ അന്ധനായ ഒരു മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവന് കാഴ്ച കൊടുക്കുകയാണ് യേശുവിന്റെ ഉദ്ദേശം. യേശു എന്താണ് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, യേശു എപ്പോഴാണ് ഈ അത്ഭുതം ചെയ്യുന്നത്? യെരുശലേം പള്ളിയിലെ പെരുന്നാൾ നടക്കുകയാണ്. കൂടാര പെരുന്നാളാണ് നടക്കുന്നത്. കൂടാര പെരുന്നാൾ തീരുകയാണ്. അതിന്റെ അവസാനത്തെ രാത്രിയിൽ യഹൂദന്മാർ അവിടെയെല്ലാം ചിരാതുകൾ കത്തിച്ചു വെക്കുകയാണ്. ചെറിയ ചെറിയ വിളക്കുകളും പന്തങ്ങളും കൊളുത്തി
ആഴികൂട്ടി അവിടെയെല്ലാം പ്രകാശപൂരിതമാക്കുകയാണ്. അവർ നിൽക്കുന്ന സ്ഥലത്തെല്ലാം കാർത്തിക വിളക്ക് പോലെ വിളക്കുകൾ ഉണ്ടാക്കി വെക്കുകയാണ്. ആഴികൂട്ടിയിരിക്കുകയാണ്. കൈകളിൽ പന്തങ്ങൾ ഏന്തിയിരിക്കുകയാണ്. ആ രാത്രിയിൽ അവരൊരു പാട്ടുപാടി നൃത്തം ചെയ്യുകയാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: വെളിച്ചം 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 എന്നൊരു പാട്ടുപാടി ഈ യഹൂദന്മാർ നൃത്തം ചെയ്യുമ്പോൾ യേശു അവിടെ നിന്ന് മാറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന പന്തമല്ല വെളിച്ചം, നിന്റെ മുമ്പിൽ കത്തുന്ന ആടിയല്ല വെളിച്ചം, നീ കൊളുത്തി വെച്ച മെഴുകുതിരിയല്ല വെളിച്ചം, എണ്ണത്തിരിയല്ല വെളിച്ചം. വെളിച്ചം സാക്ഷാൽ യേശുവാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ എന്തിനാ ക്രൂശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. യേശുവിനെ ക്രൂശിച്ചത് യേശുവിന്റെ പ്രവൃത്തി നിമിത്തമല്ല, യേശുവിന്റെ വാക്ക് നിമിത്തമാണ്. എന്തു ചെയ്തിട്ടാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് നിങ്ങൾ എന്നോട് പറ. ആർക്കാണ് യേശുവിന്റെ പ്രവൃത്തിയിൽ താല്പര്യമില്ലാത്തത്? യേശുവിന്റെ പ്രവൃത്തികളെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. വെള്ളം വീഞ്ഞാക്കുക എല്ലാവർക്കും ഇഷ്ടമാണ്. യേശുവിന്റെ പ്രവൃത്തി, എന്റെ വീട്ടിലെ വെള്ളം മുഴുവൻ യേശു വീഞ്ഞാക്കിക്കുക, ഒരു കുഴപ്പവുമില്ല. മീൻ പിടിച്ചു കൊടുക്കുക, എന്റെ വീട് നിറയെ മീൻ, എന്റെ ഫ്രിഡ്ജ് നിറയെ മീൻ വെച്ചോ, കുഴപ്പമില്ല. അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുക, മീൻ വറുത്തത് വർദ്ധിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. രോഗികളെ സൗഖ്യമാക്കുക, കാറ്റടിക്കാൻ പോവാന്ന് പറയുന്നു, ആ കാറ്റിനെ ശാന്തമാക്കുക. ഒരു സുനാമി വരാൻ പോകുന്ന ആ സുനാമിയെ ശാന്തമാക്കുക. ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് യേശുവിന്റെ പ്രവൃത്തികളിൽ ആരും ഇടറിപ്പോയില്ല, യേശുവിന്റെ വാക്കുകളിലാണ് അവർ ഇടറിപ്പോയത്. 2000 വർഷങ്ങൾക്കിപ്പുറത്ത് നമ്മൾ വായിക്കുമ്പോൾ നിരുപദ്രവകരമെന്ന് തോന്നുന്ന യേശുവിന്റെ വാക്കുകൾ അന്ന് യഹൂദന്മാരുടെ ഹൃദയത്തിലേക്ക് ഒരമ്പ് പോലെ തറയ്ക്കുകയായിരുന്നു. യെരൂശലേം വലിയ പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ മഹാപുരോഹിതൻ ഒരു സ്വർണ്ണക്കുടത്തിൽ ഒരു പാത്രം വെള്ളമെടുക്കുകയാണ് ശീലോഹം കുളത്തിൽ നിന്ന്. ആ വെള്ളമെടുത്ത് യെരൂശലേം ദൈവാലയത്തിനകത്ത് നീരാജനം ചെയ്യാൻ പോകുമ്പോൾ അവനെ അനുധാവനം ചെയ്യുന്നവരിൽ പുരോഹിതന്മാർ തന്നെ 20,000 ഉണ്ട്. 20,000 പുരോഹിതന്മാരുള്ള ഒരു പള്ളി, അന്മാരുടെ എണ്ണം ലക്ഷങ്ങൾ. ഒരു കുടം വെള്ളം, പരിമിതമായ വെള്ളം, മതത്തിന്റെ പരിമിതമായ വെള്ളം കൊണ്ട് 20,000 പുരോഹിതന്മാർക്ക് തന്നെ തികയാതിരിക്കുമ്പോൾ പള്ളിക്ക് പുറത്തു നിന്ന് യോഹന്നാൻ സുവിശേഷം 7 യേശു യെരൂശലേമിൽ വലിയ വിപ്ലവം ഉണ്ടാക്കുകയാണ്. ഒരു മത സംവിധാനത്തെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ്. 20,000 പുരോഹിതന്മാരും ലക്ഷക്കണക്കിന് വിശ്വാസികളുമുള്ള വലിയ പള്ളി, 46 വർഷം കൊണ്ട് പണിതിരിക്കുന്ന മനോഹര സൗധം, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ദൈവാലയത്തിന് സ്വന്തമായി സൈന്യം വരെയുള്ള ഒരു ദൈവാലയ സംവിധാനത്തിന് മാറി നിന്ന് തച്ചന്റെ മകനായ യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അരികിൽ വരിക. യേശു അത് പറഞ്ഞത് ദൈവാലയത്തിന് പുറത്ത് നിന്നുകൊണ്ടാണ്. ദൈവാലയത്തിന്റെ അകത്ത് കർമ്മങ്ങൾ നടക്കുമ്പോൾ, ദൈവാലയത്തിന്റെ അകത്ത് കർമ്മങ്ങൾ നടക്കുമ്പോൾ ദൈവാലയത്തിന്റെ അകത്തെ വെള്ളം ഒരു കുടം വെള്ളം മാത്രമേ ഉള്ളൂ. മതത്തിന്റെ വെള്ളത്തിന് പരിമിതിയുണ്ട്. മതത്തിന്റെ പരിമിതമായ വെള്ളത്തിന് നിന്റെ ദാഹത്തെ തീർക്കുവാൻ കഴിയുകയില്ല എന്നറിഞ്ഞുകൊണ്ട് യേശു ദൈവാലയത്തിന് പുറത്തു നിന്ന് ജനത്തെ വിളിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അരികിലേക്ക് വാ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകാൻ പോവുകയാണ്. മതത്തിന്റെ അകത്ത് ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടുവാൻ തത്രപ്പെടുമ്പോൾ, അത് കിട്ടാതെ നിരാശപ്പെടുമ്പോൾ, മതം തീർക്കുന്ന സംവിധാനങ്ങളും മതം നൽകുന്ന ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് മതത്തിന്റെ മുഖത്തെ ഉടച്ച് മതത്തിന്റെ അമ്മിക്കയറുകളെ അഴിച്ച് മതത്തിന്റെ സംവിധാനത്തിൽ നിന്ന് പുറത്ത് സ്വതന്ത്രനായ യേശുവിന്റെ അരികിൽ വരുമ്പോൾ യേശു പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കെട്ടടിഞ്ഞ് സ്വതന്ത്രനായ വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പറയുന്നത് പോലെ ജീവന്റെ നദികൾ ഒഴുകും. അത് കേട്ട് സഹികെട്ട യഹൂദന്മാർ ഇവനെ എങ്ങനെ ഒടുക്കിക്കളയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവരുടെ പെരുന്നാൾ നൃത്തം ചെയ്ത് വെളിച്ചമെന്ന് പാടി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു പിന്നെയും അപ്പുറത്ത് നിന്ന് പറയുക, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. യഹൂദനോട് പറയാം, നിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഞാനാ. യഹൂദന് മനസ്സിലാകുന്നില്ല. അവൻ നിത്യം നിരന്തരം കാണുകയും തൊടുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് മുഴുവൻ യേശുവാ. അവൻ കയറി ചെല്ലുമ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശയിരിക്കുകയാ. യേശു പറയാ, ഞാനാണ് ജീവന്റെ അപ്പം. നിന്റെ പള്ളിക്കകത്തിരിക്കുന്ന കാഴ്ചയപ്പമുണ്ടല്ലോ, ആ കാഴ്ചയപ്പമല്ല, സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാ.
നിന്റെ പള്ളിയുടെ അൽത്താരയിൽ നോക്കിയാൽ ജീവന്റെ കണിക കാണാൻ കഴിയത്തില്ല. ആ അപ്പമല്ലേ സാക്ഷാലപ്പം. നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് യേശുവിനെ അവർ ക്രൂശിച്ചത്. യെരുശലേം ദൈവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം പകുതി പൊന്നുകൊണ്ട് പകുതി തടി കൊണ്ട് പണിത് വെച്ചിരിക്കുമ്പോ ഒരേ സമയം ദൈവവും അതേ സമയം മനുഷ്യനുമായിരിക്കുന്ന യേശുവിന്റെ നിഴലുകളായി ആ ഉപകരണങ്ങൾ അവിടെ നിൽക്കുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിലവിളക്കുണ്ട്. യേശു പുറത്തു നിന്ന് വിളിച്ചു പറയുന്ന ആ വിളക്കല്ല വിളക്ക്, ആ വെളിച്ചമല്ല വെളിച്ചം, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് യേശു പോകുന്നില്ല. ആ പറഞ്ഞ് തീർക്കുമ്പോൾ നോക്കുമ്പോൾ ഇരിക്കുന്നു ജന്മന അന്ധനായ മനുഷ്യൻ, പിറവിയിലെ കുരുടനായ മനുഷ്യൻ. അപ്പോൾ യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി, ആ ചേറ് കുഴച്ച് അവന്റെ കണ്ണിൽ പൂശി, ആദമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞവൻ അത് ഞാൻ തന്നെ എന്ന് തെളിയിക്കുവാൻ അവനൊരു കണ്ണിനെ നിർമ്മിക്കാൻ പോവാ. ജന്മനാന്തനായ മനുഷ്യൻ. യഹൂദന്മാർക്ക് ഇങ്ങനെയുള്ള ഇൻഫോർമിറ്റീസ്, വൈകല്യങ്ങൾ ഉള്ളവരെ വെറുപ്പാണ്. കാരണം അവർ പറയുന്നത് ദൈവ കോപമാണ്. ആ പുരാതന ലോകത്തിൽ വിലയില്ലാത്തവരുണ്ടായിരുന്നു. പുരാതന ലോകത്തിൽ വിലയില്ലാത്ത ഒരു കൂട്ടരായിരുന്നു കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് വിലയില്ലായിരുന്നു. പുരാതന സംസ്കാരങ്ങളിൽ ഒന്നിനും, നമ്മുടെ ഭാരതം അടക്കമുള്ള ഒരു സംസ്കാരത്തിലും ഒരു നാഗരികതയിലും കുഞ്ഞുങ്ങൾക്ക് വിലയില്ലായിരുന്നു. ലോകത്തൊരിടത്തും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു കുറ്റകൃത്യമായി കണക്കാക്കിയിരുന്നില്ല. കുഞ്ഞുങ്ങളെ ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു നടുക്കത്തോടെ ആയിരിക്കും ഇത് കേൾക്കുന്നത്. എന്നാൽ ചരിത്രം ശരിയായ വിധത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ. ലോകത്തെ ഒരു നാഗരികതയിലും ഒരു കാലഘട്ടത്തിലും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു കുറ്റകൃത്യമായി കണക്കാക്കിയിരുന്നില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ആർക്ക് വേണമെങ്കിലും കൊല്ലാമായിരുന്നു. അതിന് കേസില്ലായിരുന്നു. മാതാപിതാക്കൾക്ക് വേണേ കൊല്ലാം, വീട്ടുകാർക്ക് വേണേ കൊല്ലാം, ബന്ധുക്കൾക്ക് വേണേ കൊല്ലാം. കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ, കുന്നിൻ പുറങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമുണ്ട്. അത് ഇന്നും സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ ഇടയിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ കുഞ്ഞുങ്ങൾക്ക് വിലയില്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പൗരാവകാശമില്ലായിരുന്നു. അതുകൊണ്ടാ രാജാവായ ഹെറോദ പറഞ്ഞത് 2 വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകൊള്ളുക. കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കുറ്റകൃത്യമാണെങ്കിൽ രാജനീതി അനുസരിച്ച് ആ കൽപ്പന പുറപ്പെടുവിക്കുവാൻ ഹെറോദാവിന് കഴിയുകയില്ലായിരുന്നു. അന്ന് കുഞ്ഞുങ്ങൾക്ക് വിലയില്ലായിരുന്നു. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ കുഞ്ഞുങ്ങൾക്ക് വില കൊടുക്കുകയാണ്. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്റെ അരികിലേക്ക് വിടുവീൻ. ഇന്ന് ആധുനിക ലോകം കുഞ്ഞുങ്ങൾക്ക് വിലയുണ്ട്, ചൈൽഡ് വെൽഫെയർ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ലൈൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ യേശു പറഞ്ഞ ഒരൊറ്റ വാക്കാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന ലോകമേ, ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കുഞ്ഞിനൊരു വിലയുണ്ടെങ്കിൽ, ആ വിലയെ കൊണ്ടുവന്നത് യേശു കർത്താവാണ്. യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ലോകത്തൊരു സംസ്കാരത്തിലോ ലോകത്തൊരു നാഗരികതയിലോ കുഞ്ഞുങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് വിലയില്ലായിരുന്നു. മൃഗങ്ങളെ പോലെയാണ് സ്ത്രീകളെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? ദൈവമേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നീ എന്നെ ഒരു നായായോ നാരിയായോ സൃഷ്ടിച്ചില്ലല്ലോ, ഒരു സ്ത്രീയായോ പട്ടിയായോ ഞാൻ ജനിക്കാത്തത് കൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ് യഹൂദൻ സ്ത്രീ ജന്മത്തെ ശപിച്ചെങ്കിൽ യേശു കർത്താവാണ് സ്ത്രീക്ക് വില കൊടുത്തത്. സമൂഹത്തിലെ അധപ്പതിച്ച വിഭാഗങ്ങൾ, ചുങ്കക്കാർ, പാപികൾ, വേശ്യകൾ, ഇവരെയെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്, തന്റെ സുവിശേഷ യാത്രയിൽ അവരെ കൂടെ കൂട്ടിയത്, അവരോട് ചേർന്ന് സംസാരിച്ചത് യേശു കർത്താവാണ്. ലോകത്തിലെ സകല ജനത്തെയും ഒരുപോലെ സ്നേഹിച്ചവൻ, ഇവൻ ദൈവമല്ലാതെ ഇവൻ മറ്റാരാണ്? മുഖവ്യത്യാസമില്ലാതെ അവൻ എല്ലാവരെയും സ്നേഹിച്ചു. ഇപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ യഹൂദന്മാർക്ക് വെറുപ്പാണ്, കുഷ്ഠരോഗികളെ വെറുപ്പാണ്, കുരുടന്മാരെ വെറുപ്പാണ്. അവർ ദൈവത്തിന്റെ ശാപം പേറുന്നവരെന്ന് അവർ കരുതുന്നു. ഇപ്പോൾ യേശു അവന്റെ അരികിലിരുന്ന് അവനൊരു കണ്ണിനെ ഉണ്ടാക്കുകയാണ്. യഹൂദന്മാർ ഇവനെ പരിഹസിച്ചു കൊണ്ടിരുന്നു. ഈ അന്ധനായ മനുഷ്യൻ ഇപ്പോൾ എഴുന്നേറ്റു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്നേഹമസൃണമായ ഒരു സ്പർശനം അവൻ അനുഭവിക്കുന്നത്. അവന്റെ മാതാപിതാക്കൾ പോലും അവനെ സ്നേഹത്തോടെ ഒന്നും താലോലിച്ചിട്ടില്ല. കാരണം കുഞ്ഞ് ജനിച്ച് അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു പൊട്ടക്കണ്ണനാ, ഇതിന് കാഴ്ചയില്ല. അന്നവർ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച കുഞ്ഞ എങ്ങനെയോ വളർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം, ഇവനെ ഭിക്ഷയാചിക്കാൻ ഇരുത്താമെന്ന്. അങ്ങനെ ആ പണം നേടിയെടുക്കാൻ വേണ്ടി
ഒരു വരുമാന മാർഗമായി ആ വീട്ടുകാർ കൊണ്ട് ഇവനെ അവിടെ ഇരുത്തുകയാ ഭിക്ഷയാചിക്കാൻ. തങ്ങളുടെ കുഞ്ഞിനെ ഭിക്ഷയാചിക്കാൻ ഇരുത്തി കിട്ടുന്ന പണം വാരിക്കൊണ്ടു പോകുന്ന വീട്ടുകാർ ഭിക്ഷക്കാരല്ലാതെ വേറെ ആരാണ്? ഒരു ഭിക്ഷക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഭിക്ഷക്കാരൻ അന്ധൻ, അവനാ, മറ്റാരുമല്ല. സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത, പഞ്ചായത്തിൽ 10 വോട്ടിന്റെ മേൽ സ്വാധീനമില്ലാത്ത, യാതൊരു പ്രാധാന്യവുമില്ലാത്ത വെറും അന്ധനായ ഒരു ഭിക്ഷക്കാരൻ, കുരുടനായ ഒരു യാചകൻ. അവന്റെ അരികിൽ എന്റെ യേശു ഇരുന്നെങ്കിൽ ഇന്നു രാത്രി നിന്റെ അരികിൽ, തൊട്ടരികിൽ അതേ യേശു ഇരിക്കുകയാണ്. നിന്നെ വാത്സല്യത്തോടെ നോക്കുക, നിന്നെ സ്നേഹത്തോടെ സ്പർശിക്കുക, നിന്നെ അരുമയായി സംസാരിക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ സ്പർശനം അനുഭവിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അവനൊരു കാഴ്ചക്കായി കണ്ണുണ്ടാക്കി അവന് കൊടുക്കുകയാണ്. യേശുവിന്റെ സ്പർശനമേറ്റപ്പോൾ അവന്റെ കാഴ്ചയില്ലാത്ത കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഇപ്പോൾ നോക്ക, ചേറും യേശുവിന്റെ തുപ്പലും അവന്റെ കണ്ണുനീരും എല്ലാം ഒലിച്ചിറങ്ങി വല്ലാത്ത വികൃതമായ ഒരു മുഖവുമായി അവൻ ആ നഗരത്തിലൂടെ ശീലോഹോംകുളം അന്വേഷിച്ച് നടക്കുകയാണ്. പണ്ടേ ഇവനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദന്മാർ ഇപ്പോൾ ഇവൻ യേശുവിന്റെ കൂടെ കൂടി എന്നതുകൊണ്ട് കൂടുതലായി പരിഹസിക്കുകയാണ്. പരിഹാസവും നിന്ദയും അനുഭവിച്ചുകൊണ്ട് യെരുശലേം നഗരത്തിലൂടെ അവൻ ശീലോഹോംകുളം തേടി പോവുകയാണ്. യേശുവിനെ കണ്ടു കഴിഞ്ഞാലും ഒരു ചുരുങ്ങിയ കാലത്തേക്ക് നിനക്ക് നിന്നയോ പരിഹാസമോ ഉണ്ടായേക്കാം. എങ്കിലും ഒരു കാര്യമുണ്ട്, അവന്റെ ദൂതിലാണ് നീ നടക്കുന്നതെങ്കിൽ, അവന്റെ വാക്കുപ്രകാരമാണ് നീ പോകുന്നതെങ്കിൽ, അവന്റെ വചനത്തിലെ വ്യവസ്ഥയനുസരിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ, നിന്റെ ഒരു ശീലോഹോംകുളം നിന്റെ തൊട്ടരികിലുണ്ട്. നീ പോകുന്നത് നിന്റെ വിടുതലിന്റെ ശീലോഹോമിലേക്കാണ്. ഇനി അധികം ദൂരമില്ല. പരിഹാസം ഏറി വരുമ്പോൾ, നിന്ന ഏറി വരുമ്പോൾ അവന്റെ ഉള്ളിൽ അവന് തന്നെ അറിയാം, ഏതാനും ചുവടുകൾ കകലെ എനിക്കൊരു വിടുതലുണ്ട്, ഏതാനും സ്റ്റെപ്പുകൾക്കപ്പുറത്ത് എന്റെ ശീലോഹമുണ്ട്. ഇന്ന് രാത്രി പറ, എന്റെ ശീലോഹം തൊട്ടരികിലുണ്ട്. ഞാൻ മടുത്തു പോവുകയില്ല, ഞാൻ പിന്മാറുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല. നിരാശപ്പെടുവാൻ ഞാൻ വിസമ്മതിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നിരാശപ്പെടുവാൻ